നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് PSCയിൽ നടന്നത് എന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറയുന്നു. PSCയിലെ ക്രമക്കേട് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിനെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ കുറേ കാലമായി ട്രയാങ്കിൾ ഉന്നയിക്കുന്ന വിഷയമാണ് PSCയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതി. ലക്ഷങ്ങൾ കൈക്കൂലി കൊടുത്ത് PSC അംഗമാകുന്നവർ അഴിമതി നടത്തുമെന്ന് ആർക്കാണ് അറിയാത്തത്? ലക്ഷങ്ങൾ കോഴ കൊടുത്ത് അംഗമാകുന്നതിന് അതിൻ്റെ 10 മടങ്ങ് നേടിയെടുക്കാനല്ലേ? ആരാണ് ഇതിനൊക്കെ അവസരമൊരുക്കുന്നത്? PSC ഒരു വെള്ളാനയോ? ട്രയാങ്കിളിൻ്റെ നിലപാട് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന യുവാക്കളുടെ ആശ്രയവും പ്രതീക്ഷയുമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSC. നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് നിരവധി പരാതികളാണ് കേരളം കേട്ടുകൊണ്ടിരുന്നത്. ബന്ധുക്കളെയും പാർട്ടി അനുഭാവികളെയും വഴിവിട്ട് നിയമിക്കുന്ന സ്ഥാപനമായി PSC മാറി. ചോദ്യ പേപ്പറുകളും പരീക്ഷകളും അഭിമുഖങ്ങളും വേണ്ടപ്പെട്ടവർക്ക് മാത്രമായി തയ്യാറാക്കുന്ന അവസ്ഥ വന്നു. ആരോപണങ്ങൾ വന്നപ്പോഴെല്ലാം ഭരണഘടന സ്ഥാപനമെന്ന പരിരക്ഷ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ഇത്തരം അഴിമതികൾക്ക് സർക്കാർ കൂട്ടുനിൽക്കുകയോ കണ്ണടക്കുകയോ ചെയ്താൽ എങ്ങനെയാണ് യുവാക്കളായ തൊഴിലന്വേഷകർക്ക് നീതി ലഭിക്കുക? നല്ല രീതിയിൽ പഠിച്ചൊരുങ്ങി വരുന്ന യുവാക്കൾ കാഴ്ചക്കാരായി മാറുന്ന കാഴ്ചയാണ് കേരളം കുറച്ചു കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയമനങ്ങളിൽ ഇത്തരത്തിൽ അഴിമതി നടക്കുന്നതിന് പ്രധാന കാരണം PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് മുതൽ തുടങ്ങുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC അംഗങ്ങളുള്ളത് കേരളത്തിലാണ്. 21 അംഗങ്ങളാണ് PSCയിലുള്ളത്. UPSCയിൽ 11 അംഗങ്ങൾ മാത്രമാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശിൽ 8ഉം മഹാരാഷ്ട്രയിൽ 6 അംഗങ്ങൾ മാത്രമാണുള്ളത്. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിൽ 15ഉം കർണാടകയിൽ 18 അംഗങ്ങളുണ്ട്. എന്തിനാണ് കൊച്ചു കേരളത്തിൽ മാത്രം ഇത്രയധികം PSC അംഗങ്ങൾ? ഇവർക്ക് എന്താണ് PSCയിൽ ഇത്രയധികം ജോലിയുള്ളത്? കാര്യമായി വലിയ ജോലിയില്ലാതെ വലിയ ശമ്പളവും പെൻഷനും വാങ്ങാമെന്നത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. PSC അംഗങ്ങളെ കൂട്ടത്തോടെ നിയമിക്കുന്നത് മറ്റൊന്നിനുമല്ല, മറിച്ച് ഭരിക്കുന്ന മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ളൊരു വേദിയാണ് PSC. അവർക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ല, മറിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഇഷ്ടക്കാരായാൽ മാത്രം മതി. കൂടാതെ ഇത്തരം നിയമനങ്ങൾ കിട്ടുന്നതിന് ലക്ഷക്കണക്കിന് തുകയാണ് കൈക്കൂലിയായി രാഷ്ട്രീയ നേതാക്കൾക്ക് ലഭിക്കുന്നത്. 50ഉം 60ഉം ലക്ഷം രൂപ വരെ കൈക്കൂലി നൽകിയാണ് പലരും PSC അംഗത്വം നേടിയെടുക്കുന്നത് എന്ന് വാർത്തകൾ വന്നു കഴിഞ്ഞു. PSC അംഗത്തിൻ്റെ നിയമനത്തിനായി NCP SP നേതാവ് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ച് തെളിവ് സഹിതം മൂവാറ്റുപുഴ കോടതിയിൽ കേസ് നൽകിയിരുന്നു. വിവരാവകാശ പ്രവർത്തകനായ ഗിരീഷ് ബാബുവാണ് പരാതി നൽകിയിരുന്നത്. കേസിലെ രേഖകൾ പരിശോധിച്ച കോടതി ആരോപണത്തിൽ കഴമ്പുണ്ടെന്നും അന്വേഷണത്തിന് സർക്കാർ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. NCP SP സംസ്ഥാന പ്രസിഡന്റും മുൻ MLAയുമായിരുന്ന തോമസ് K തോമസ് നടത്തിയ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖയും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ സർക്കാർ നടപടിയൊന്നും സ്വീകരിച്ചില്ല. ഗിരീഷ് ബാബുവിൻ്റെ മരണശേഷം മജീദ് കോശി എന്ന ആലുവ സ്വദേശി കേസിൽ കക്ഷി ചേരുകയും ചെയ്ത് കേസുമായി മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല, അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേസിൽ അന്വേഷണത്തിന് സർക്കാർ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ സർക്കാർ ഇക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയായിരുന്നു. PSCയിലെ ക്രമക്കേട് കണ്ടെത്തിയ UDF സർക്കാർ ഇക്കാര്യത്തിൽ ഇപ്പോഴെങ്കിലും തീരുമാനമെടുക്കണം. PSC അംഗങ്ങളുടെ നിയമനത്തിൽ രാഷ്ട്രീയ നേതാക്കൾ കോഴ വാങ്ങിയ കേസിൽ അന്വേഷണത്തിന് അനുമതി നൽകണമെന്ന ഉത്തരവ് നടപ്പിലാക്കണമെന്നാണ് ട്രയാങ്കിളിൻ്റെ ആവശ്യം. PSC അംഗങ്ങളാകുന്നവർക്ക് 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ശമ്പളം കിട്ടുന്നത്. കൂടാതെ മറ്റാനുകൂല്യങ്ങളും. കാലാവധി കഴിഞ്ഞാൽ ആജീവനാന്ത പെൻഷൻ ലഭിക്കും. വലിയ മുതൽ മുടക്കിൽ അംഗത്വം നേടുന്നവർ അത് തിരിച്ചു പിടിക്കാൻ അഴിമതി കാണിക്കില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ വിഡ്ഢികളുടെ ലോകത്താണെന്ന് പറയേണ്ടി വരും. അഴിമതിയുടെ തുടക്കം ഇവിടെ തന്നെയാണ്. ആസൂത്രണ ബോർഡ് നിയമനങ്ങളിലെ അഴിമതിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ അഴിമതി പുറത്തു വന്നതോടെ പരീക്ഷാ കൺട്രോളർ വെച്ച് അന്വേഷണം നടത്താനാണ് PSC ചെയർമാൻ തീരുമാനിച്ചത്.
പരീക്ഷാ കൺട്രോളുടെ അന്വേഷണത്തിൽ അഴിമതി നടന്നതായി തെളിഞ്ഞെങ്കിലും പല കാര്യങ്ങളും മറച്ചു വയ്ക്കുന്നതിനായി സംശയമുണ്ടായി. PSCയുടെ തന്നെ അന്വേഷണം നടത്താൻ പിന്നീട് തീരുമാനിക്കുകയും ചെയ്തു. പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ വന്ന ഉദ്യോഗസ്ഥനെ അന്വേഷണ ചുമതല ഏൽപ്പിക്കാനും തീരുമാനിച്ചു. PSC അംഗങ്ങളുടെ പോലും എതിർപ്പിനെ ചെയർമാൻ അവഗണിക്കുന്നത് കാണുമ്പോൾ സംശയത്തിൻ്റെ തീവ്രത കൂടി വരുന്നത് കാണാൻ കഴിയും. ഈ ഘട്ടത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടുന്നത്. IG അജിത ബീഗത്തിനാണ് അന്വേഷണ ചുമതല. ഭരണഘടനാ സ്ഥാപനമായ PSCക്കെതിരെ പുറമെ നിന്നുള്ള അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടിയ ശേഷമാണ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പരീക്ഷാ നടത്തിപ്പിലെ അഴിമതി മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ PSCയിൽ നടന്ന സംശയകരമായ നിയമനങ്ങളും റാങ്ക് ലിസ്റ്റുകളും അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് ട്രയാങ്കിളുടെ നിലപാട്. മാത്രമല്ല, PSC അംഗങ്ങളുടെ നിയമനത്തിനായി ചിലർ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന പരാതിയിലും അന്വേഷണം നടത്തണം. കുറ്റക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. കേരളത്തിലെ തൊഴിലന്വേഷകരായ യുവാക്കളെ വഞ്ചിക്കുന്ന നേതാക്കൾക്ക് കടുത്ത ശിക്ഷ നൽകാൻ ഉതകുന്ന അന്വേഷണമാണ് നമുക്ക് വേണ്ടത്. PSC അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കണമെന്ന ആവശ്യം കൂടി ട്രയാങ്കിൾ ഇവിടെ ഉന്നയിക്കുകയാണ്. ജംബോ PSC എന്തിനാണ് കേരളത്തിൽ നിലനിർത്തുന്നത്? സംസ്ഥാന ഖജനാവിന് അധിക ഭാരം ഏൽപ്പിക്കാൻ മാത്രമല്ലേ ഇത് ഉപകരിക്കുകയുള്ളൂ? സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പണം ദൂർത്തടിക്കുന്ന PSCയെ നിയന്ത്രിക്കേണ്ടതല്ലേ? അതിനായി പുതിയ സർക്കാരിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.